Approaches of auditing computerized environment. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് approaches of auditing computerized environment. Auditing through the computer, then auditing around the computer. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിംഗ് വിത്ത് ദി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ബൈ യൂസിങ് കമ്പ്യൂട്ടർ എന്നതാണ്. Auditing with the computer is the process of using computer information system, computerized information system of the client in gathering material evidence. നമ്മൾ മെറ്റീരിയൽ എവിഡൻസ് ഗ്യാദർ ചെയ്യുന്നതിൽ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്ന ഇതിനെയാണ് വിളിക്കുന്നത് ഓഡിറ്റിംഗ് വിത്ത് ദി കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോമ്പണന്റ് ഓഫ് ഓഡിറ്റിംഗ് ത്രൂ കമ്പ്യൂട്ടർ. ഇത് ഓഡിറ്റിംഗ് ത്രൂ കമ്പ്യൂട്ടറിൻ്റെ ഒരു കോമ്പണന്റ് ആണ്. അപ്പോൾ ഓഡിറ്റിംഗ് ത്രൂ ദി കമ്പ്യൂട്ടറിൻ്റെ ഒരു കോമ്പണന്റ് ആണ് ഓഡിറ്റിംഗ് വിത്ത് ദി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ബൈ യൂസിങ് കമ്പ്യൂട്ടർ എന്നുള്ളത്. Auditing with the computer is the process of using computerized information system of the client in gathering material evidence. It is component of auditing through computer. Computers are the useful tools and techniques used in performing audit. Auditing ഇത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, യൂസ്ഫുൾ ടൂൾസും ടെക്നിക്സും ആയിട്ട് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ, ഓഡിറ്റിംഗ് വിത്ത് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. Many data files are in machine readable form which cannot be easily examined by anyone. ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നല്ല, ഈസിലി എക്സാമിൻ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ ഫയൽസ് എന്ന് പറയുന്നത്. അത് മെഷീൻ റീഡബിൾ ഫോമിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മെഷീൻ റീഡബിൾ, അത്തരത്തിലുള്ള റീഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ് കമ്പ്യൂട്ടർ വിത്ത് ഓഡിറ്റിംഗ് വിത്ത് ദി കമ്പ്യൂട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റർ നീഡ് ടു യൂട്ടിലൈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതായത് കമ്പ്യൂട്ടർ ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂട്ടിലൈസ് ചെയ്യണം. ടു എക്സാമിൻ ദോസ് ഫയൽസ്, ആ ഫയലുകളൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി. ആൻഡ് പെർഫോം മെനി ഓഫ് ദി ക്ലറിക്കൽ ടാസ്ക് പ്രീവിയസ്ലി പെർഫോംഡ് ബൈ ദി സ്റ്റാഫ്. അതോടൊപ്പം തന്നെ ക്ലറിക്കൽ ടാസ്ക് എന്ത് ചെയ്യുന്നു, പ്രീവിയസ്ലി എന്ത് പെർഫോം ചെയ്തിട്ടുണ്ടാവും സ്റ്റാഫ്. അത്തരത്തിലുള്ള പ്രീവിയസ് പെർഫോം ചെയ്തിട്ടുള്ള ക്ലറിക്കൽ ടാസ്ക്സിൻ്റെ കാര്യത്തിൽ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നു, ഓഡിറ്റർ യൂട്ടിലൈസ് ചെയ്യുന്ന എന്താ വിളിക്കുന്നത് കമ്പ്യൂട്ടർ വിത്ത് ദി ഓഡിറ്റിംഗ് വിത്ത് ദി കമ്പ്യൂട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദിസ് അപ്രോച്ച് എൻ്റയർ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ സോഫ്റ്റ്വെയർ സിസ്റ്റം. ഈ അപ്രോച്ച് അനുസരിച്ച് എല്ലാ അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ് പ്രോസസ്സൊക്കെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ് എന്നുള്ളതാണ്. ഓഡിറ്റർ ഷുഡ് ഹാവ് കീ നോളജ് അബൌട്ട് ഇറ്റ്. ഓഡിറ്റർക്ക് എന്തുണ്ടായിരിക്കണം, ഇതിനെക്കുറിച്ച് കീ നോളജ് ഉണ്ടായിരിക്കണം. ഓഡിറ്റർക്ക് ഷുഡ് ഹാവ് കീ നോളജ് അബൌട്ട് ഇറ്റ്. ഓഡിറ്റർക്ക് ഇതിനെപ്പറ്റി എന്തുണ്ടായിരിക്കണം, കീ നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്. ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓഡിറ്റിംഗ് ടെക്നിക്സിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് തന്നെയാണ് ദ ടെക്നിക് വിച്ച് യൂസ് കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ഫോർ ഓഡിറ്റ് പർപ്പസ്. കമ്പ്യൂട്ടർ തന്നെ ഓഡിറ്റ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിളിക്കുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക് എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ആർ ടെക്നിക്സ് ദാറ്റ് യൂട്ടിലൈസ് കമ്പ്യൂട്ടർ ആസ് എൻ ഓഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഓഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നത് എന്ന് വിളിക്കുന്നത് കാറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കംപ്രൈസസ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് it comprises computer program and data. ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസും ഡാറ്റയും ചേർന്നതാണ്. ദാറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ ഓഡിറ്റർ. അത് ചെയ്യുന്നത് ആരാണ്, ഓഡിറ്ററാണ്. ഇൻ ദ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമും ഡാറ്റയും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക് എന്ന് പറഞ്ഞാൽ technique with the use of computer itself for audit purpose are known as computer assisted auditing. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ എന്ത് വിളിക്കുന്നത്, ഓഡിറ്റ് പർപ്പസിന് കമ്പ്യൂട്ടർ യൂസ് ചെയ്തതിനെ എന്ത് വിളിക്കുന്നത്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്.
Computer-assisted auditing techniques are techniques that utilize computer as an audit instrument. It comprises computer program and data that can be accessed by auditor in the process of information system. Information system നമ്മൾ എന്ത് ചെയ്യുന്നു ആ പ്രോസസ് ചെയ്യുന്നതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആൻഡ് ഡാറ്റ ദാറ്റ് കൻ എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളത്. Then next, information technology based tools and techniques are required to allow auditor to access. ഓഡിറ്റർക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ടൂൾസും ടെക്നിക്സും ആവശ്യമാണ്. അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഓഡിറ്റർക്ക് എന്ത് വേണം? കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആവശ്യമാണ്. ആ ടെക്നോളജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് എന്ത് വിളിക്കുന്നത്? കാറ്റ് എന്ന് വിളിക്കുന്നത്. Information based tools and techniques are required to allow auditor to access, analyze and evaluate data stored on the computer. Cats are nothing but software. കാറ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല, അത് സോഫ്റ്റ്വെയർ മാത്രമാണ്. The software is either available off the shelf, അത് നമുക്ക് റെഡിമെയ്ഡ് പോലെ ലഭിക്കാം, ഓർ സ്പെസിഫിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിലും ലഭിക്കാം. ഓഫ് ദി ഷെൽഫ് ആവാം, അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഡെവലപ്ഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് റിക്വയർഡ് ടു അലോ ഓഡിറ്റർ ടു ആക്സസ്, അനലൈസ്, evaluate data stored on the computers. Cats are nothing but software. The software is either available off the shelf or is specifically developed. CAT consists of both the procedures compliance as well as substantive. The procedures in the compliances അതോടൊപ്പം തന്നെ substantive ആണ്. It consists of test packs, integrated test data approach. ഇതിൽ ടെസ്റ്റ് പാക്സ് ഉണ്ട്, അതേപോലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് ഡാറ്റ അപ്രോച്ചും ഉണ്ട്. ബോത്ത് അപ്രോച്ചസ് ഹാവ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫീച്ചേഴ്സ്. ഈ രണ്ട് അപ്രോച്ചിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട്. ദ സെലക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് കാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈലൻറ്റ് ഫാക്ടേഴ്സ്. അതിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാറ്റ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റ് സെലക്ഷൻ ഓഫ് അപ്രോച്ചസ് അണ്ടർ കാറ്റ്. കാറ്റിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റ് ദി സെലക്ഷൻ ഓഫ് അപ്രോച്ചസ് അണ്ടർ കാറ്റ്. കാറ്റിൻ്റെ അപ്രോച്ച് സെലക്ട് ചെയ്യുന്നതിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടെക്നോളജി ബീയിങ് യൂസ്ഡ്. ഒന്നാമത്തെ എന്താണ്? ഏത് തരം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തത്. ടെക്നോളജി ബീയിങ് യൂസ്ഡ്. Auditor should verify type of level of technology used in an organization. Organizationൽ ഏതുതരം ടെക്നോളജി അതിൻ്റെ ലെവൽ ഓഫ് ടെക്നോളജി ഒക്കെ എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അക്കോർഡിംഗ്ലി ഓഡിറ്റ് ടീം വിൽ ഡിസൈഡഡ് ദെയർ വേ ഓഫ് ഫങ്ഷനിങ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ടീം അതിൻ്റെ ഫങ്ഷനിങ് എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുന്നു. അപ്ലിക്കേഷൻസ് ടു ബി റിവ്യൂഡ്. രണ്ടാമത്തതാണ് അപ്ലിക്കേഷൻസ് യൂസ്ഡ് ഇൻ ദി ഓർഗനൈസേഷൻ ടു ബി ഇവാലുവേറ്റഡ് ബൈ ദി എൻറ്റിറ്റി. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഏതാണ് യൂസ് ചെയ്യുന്നുള്ള എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ഓൺ ദി ബേസ് ഓഫ് ഇവാലുവേഷൻ റിപ്പോർട്ട് ഓഡിറ്റർ ക്യാൻ കം ടു നോ അബൌട്ട് ദി ഓതൻറ്റിസിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ഡാറ്റ. ഈ അപ്ലിക്കേഷൻ ഇവാലുവേഷൻ്റെ ബേസിൽ എന്ത് ചെയ്യാം? ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? കം ടു നോ അബൌട്ട് ദി ഓതൻറ്റിസിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ഡാറ്റ. ഓതൻറ്റിസിറ്റിയും ആക്യുറസിയും അറിയാൻ കഴിയുന്നുള്ളതാണ്. ദെൻ ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ് ഓഫ് സ്റ്റാഫ് ടു യൂസ് ദി സച്ച് ടെക്നിക്സ്. ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിലുള്ള എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓഡിറ്റിംഗ് വിത്ത് ദി കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് റിഫ്ലക്ട് ദി ഒപ്റ്റിമൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ടെക്നോസാവി പേഴ്സണൽ ഇൻ ദി ഓഡിറ്റ് പ്രോസസ്സിൽ ടെക്നോസാവി ആയിട്ടുള്ള പേഴ്സണലിനെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഓഡിറ്റിംഗ് വിത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ടി വരും. അത്
while selecting approach, the auditor should be able to understand expertise level of staff. Auditor എന്ത് ചെയ്തിരിക്കണം, ഈ എക്സ്പെർട്ടൈസ് ലെവൽ അറിയാൻ കഴിയുന്ന കഴിയണം. Program building is done by one person and implementation done by third person. Program building എന്ത് ചെയ്യുന്നു, ഒരാൾ ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് മറ്റൊരാളാണ്. Who do not know about the function. ആർക്കും അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് അറിയില്ല. One has to understand and implement it. നെക്സ്റ്റ് നമ്മൾ ഫാക്ടേഴ്സ് എഫക്ട് ദി സെലക്ഷൻ ഓഫ് അപ്രോച്ചസ് അണ്ടർ കാറ്റ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കാറ്റ് സെലക്ട് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെക്നോളജി ബീയിങ് യൂസ്ഡ്, applications to be reviewed, level of expertise of the staff to use such techniques. Then computer assisted auditing techniques, techniques with use computer self audit purpose known as computer assisted auditing techniques. CATs are techniques that utilize computer as an audit instrument. Computer or audit instrument ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. It comprises computer program and data that can be accessed by auditor in the process of information system. Computer program and data എന്ത് ചെയ്യുന്നു, access ചെയ്യുന്നു auditor in the process of information system. Then information technology based tools and techniques are required to allow auditor to access, analyze and evaluate data stored on the computers. CATs are nothing but software. Software is either available off the shelf or specifically developed. Then CATs consist of both procedures complaints as well as substantive. It consists of test packs, integrated test data approach. Both approaches have distinguished features. The selection application of CAT is based on silent factors. Okay. The selection or application അല്ലെങ്കിൽ application of CAT is based on silent factors. Factors affect the selection of approach under CAT പറഞ്ഞു. Technology being used, applications to be reviewed, level of expertise of staff to use such techniques. And next, needs for CAT in CIS environment. എന്താണ് CATന്റെ നീഡ് ഇൻ CIS environment എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് absence of input documents. Under CIS environment, a number of transactions are fed into the system without there being any source of document. ഇവിടെ എന്ത് ചെയ്യാം, സോഴ്സ് ഡോക്യുമെന്റ് ഇല്ലാണ്ട് ഒരുപാട് ഇൻഫർമേഷൻ അതിൽ വരാം. In CIS environment, data may be recorded into computer system without supporting documents. Supporting document ഇല്ലാതെ എന്ത് ചെയ്യാം വരാം. For example, sell transaction may be entered into computer directly by the salesman without there being any source document. An individual data entry authorization may reply by other procedures is online transaction system. അവിടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിലാകുമ്പോൾ എന്തുണ്ടാകുന്നില്ല, ഒരു സോഴ്സ് ഉണ്ടാകുന്നില്ല. അപ്രൂവൽ ഫോർ ഓർഡർ എൻട്രി മേ ബി റീപ്ലേസ്ഡ് ബൈ സം അതർ പ്രൊസീജിയേഴ്സ്. In some of cases it was noticed that source document may be created for short duration. എന്ത് ചെയ്യുക, അവിടെ ഷോർട്ട് ഡ്യൂറേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് CAT എന്നുള്ളത് ആവശ്യമാണെന്നുള്ളതാണ് ഒന്നാമത്തെ പറയുന്നത്. രണ്ടാമത്തത് ലാക്ക് ഓഫ് വിസിബിൾ ട്രാൻസാക്ഷൻ ട്രയൽസ്. നമുക്ക് ട്രാൻസാക്ഷൻ ട്രയൽസ് എന്ന് മീൻസ് എന്താണ്, consecutive junctures in the footage of operation in the books of account through which the auditor may be able to dash the transaction. മാനുവൽ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ
normal possible to follow transaction through the system by examining relevant source document, books of account records. ഇങ്ങനെ എന്ത് ചെയ്യാൻ പോവാം. പക്ഷെ in CS environment source document for many transaction may not exist. എന്തുണ്ടാവില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. Moreover, updating multiple files may be done by single transaction. The multiple files ഉള്ളത് single transaction. അതായത് ഫോർ എക്സാമ്പിൾ, the purchase of unit of raw material goods may be recorded by the computer, inventory record, purchase record, and creditor record. Because of the characteristics, it may be difficult to relate the output of individual transactions. The additional difficulties associated to this that final output report will be without the detailed data available. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ട്രയൽസ് അവിടെ നിന്നുണ്ടല്ല, ലഭ്യമല്ല. ദെൻ നെക്സ്റ്റ് ലാക്ക് ഓഫ് വിസിബിൾ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. ഇൻ ട്രഡീഷണൽ സിസ്റ്റം ഇറ്റ് ഈസ് ഫീസിബിൾ ടു ആക്സസ് വിഷ്വലി ദ റിസൾട്ട് ഓഫ് പ്രോസസ്സിങ്. നമുക്ക് പ്രോസസ്സിങ്ങിൻ്റെ റിസൾട്ട് വിഷ്വലി പോസിബിൾ ആണ്. ഇൻ ഇലക്ട്രോണിക് സിസ്റ്റം ദ പ്രിൻറ്റഡ് റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിങ് നോട്ട് ഓൾവേസ് പോസിബിൾ. നമുക്ക് പ്രിൻറ്റഡ് റിസൾട്ട് ഉള്ളപ്പം പോസിബിൾ അല്ല. ഓൺലി സമ്മറി ഡാറ്റ മേ ബി അഡ്മിറ്റഡ് ഫാക്ട്സ് റീകോൾഡ് ഓൺ ദി മെഷീൻ റീഡബിൾ ഫയൽ. മെഷീൻ റീഡബിൾ ഫയലിന് സമ്മറി മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് വിസിബിൾ ഔട്ട്പുട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാറ്റ് എന്നുള്ളത് ഇവിടെ ആവശ്യമാണ്. CS എൻവയോൺമെൻറ്റ് എന്നുള്ള ആവശ്യമാണെന്ന് പറയാം. ദെൻ സിംപ്ലിസിറ്റി ഓഫ് എൻട്രൻസ് ടു ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റീഹാബിലിറ്റേറ്റഡ് ബൈ at the computer or through the use of computer gear it at inaccessible locations. നമുക്ക് ആക്സസ് അല്ലാത്ത ലൊക്കേഷൻ എന്ത് ചെയ്യാം, ഇവിടെ റീഹാബിലിറ്റേറ്റഡ് ചെയ്യാം. ദ ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് കൺട്രോൾ, അത്തരത്തിൽ കൺട്രോൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ ഓഫ് അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് ആൾട്ടറേഷൻ ഓഫ് ഡാറ്റ പ്രോഗ്രാം ബൈ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ യൂസർ ഓഫ് ദി എൻറ്റിറ്റി. ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസർ ഓഫ് ദി എൻറ്റിറ്റി എന്ത് ചെയ്യും, ഇതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തും. ആ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നതിന് എളുപ്പമായതുകൊണ്ട് അതിനെ തടയിടാൻ കാറ്റ് ആവശ്യമാണ്. ഡിഫറൻസ് ഇൻ നാച്ചർ ഓഫ് ഔട്ട്പുട്ട്. മറ്റൊന്നാണ് അണ്ടർ ട്രഡീഷണൽ സിസ്റ്റം വിഷ്വൽ എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് എനാബിൾ ഓൺ ദി ഓഡിറ്റർ ഐഡൻറ്റിഫൈ കട്ടിങ്, ഇൻസേർഷൻ, ഓവർ റൈറ്റിംഗ് ഒക്കെ തിരിച്ചറിയാം. പക്ഷേ ഇതിലെന്തുണ്ട്, ഇതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓഡിറ്റർ എക്സാമിൻസ് thoroughly in CS environment on addition indicator. The alteration of records cannot be identified through the visual examination. വിഷ്വൽ എക്സാമിനേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. The auditor therefore has to apply other appropriate procedures to satisfy them the records aren't altered in unauthorized manner. മറ്റ് പ്രൊസീജിയറിലേക്ക് എന്ത് ചെയ്യേണ്ട ഒരു ഓഡിറ്റർ കടക്കേണ്ടി വരും. Then next, use of CAT in performing various auditing procedures. CAT എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്. ഒന്ന് അനലറ്റിക്കൽ റിവ്യൂ പ്രൊസീജിയർ. ഒന്ന് റെക്കഗ്നൈസ് എക്സ്ട്രാ ഓർഡിനറി ചേഞ്ചിങ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യാൻ എന്ത് ചെയ്യാം, അനലറ്റിക്കൽ റിവ്യൂ പ്രൊസീജിയേഴ്സിന് വേണ്ടി എന്ത് ചെയ്യാം, CAT യൂസ് ചെയ്യാം. മറ്റൊന്ന് കംപ്ലയൻസ് ടെസ്റ്റ് ടു ജനറൽ EDP കൺട്രോൾസ്. EDP കൺട്രോൾസിൻ്റെ ജനറൽ EDP കൺട്രോൾസിൻ്റെ കംപ്ലയൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ കംപ്ലയൻസ് ടെസ്റ്റ് ഓഫ് EDP ആപ്ലിക്കേഷൻ കൺട്രോൾ. EDP ആപ്ലിക്കേഷൻ കൺട്രോൾ അത് പ്രോഗ്രാംസ് ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് CAT എന്ത് ചെയ്യാം, യൂസ് ചെയ്യും. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് CATൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. CATൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഒന്ന് ഓഡിറ്റ് എഫക്റ്റീവ്നെസ്. അതിൻ്റെ efficacy and proficiency of auditing can be improved with the adoption of CAT in obtaining and evaluating audit evidence. Audit evidence evaluate ചെയ്തുകൊണ്ട് നല്ലൊരു ഓഡിറ്റിംഗ് സാധിക്കുന്നുള്ളതാണ് CATൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ദെൻ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ CAT സേവിങ് ടൈം എന്നാണ്. സേവിങ് ഓഫ് ടൈം സേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ എഫക്റ്റീവ് ടെസ്റ്റ് ചെക്കിങ് ആൻഡ് എക്സാമിനേഷൻ ഇൻ ഡെപ്ത്. നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ചെക്കിങ്ങും അതുപോലെ ഇൻ ഡെപ്തിലുള്ള എക്സാമിനേഷൻ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ എബിലിറ്റി ടു സ്ക്രൂട്ടനൈസ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ. ലാർജ് വോളിയം ഓഫ് ഡാറ്റ നമുക്ക്
സ്ക്രൂട്ടലൈസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ദെൻ ലെസ് മാനുവൽ പ്രൊസീജിയേഴ്സ്. മാനുവൽ പ്രൊസീജിയേഴ്സ് എന്താണ്, ലെസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ കാറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് എഫക്റ്റീവ്നെസ്, സേവിങ് ഓഫ് ടൈം, ദെൻ നെക്സ്റ്റ് ടെസ്റ്റ് ചെക്കിങ്, examination in depth, ability to scrutinize large volume of data, less manual procedure. With the computer എന്താന്ന് പറഞ്ഞു, system of client gathering material evidence, component of auditing through computer ആണെന്ന് പറഞ്ഞു. Computers useful tool and techniques used to performing audit. Many data files in machine readable format easily examined by anyone. അതുകൊണ്ട് തന്നെ യൂട്ടിലൈസ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞു. Entire accounting auditing process is based on software system. Then computer assisted auditing technique എന്താന്ന് പറഞ്ഞു, യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇസെൽഫ് ഓഡിറ്റ് പർപ്പസ് എന്നാണ്, അതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്. കമ്പ്യൂട്ടർ is an audit instrument. Computer program and data can be accessed by auditor in the process of information system. Information technology based tools and techniques are required to allow auditor to access, analyze, evaluate data stored in computer. CAT nothing but software. CAT considers both procedures, compliance and substantive. Test bag, integrated test data approach. Both approaches distinguish features. Selection that application of CAT is based on silent factors. The silent factors and technology being used, applications to be reviewed, level of expertise of staff to use such techniques. Needs for CAT: absence of input, lack of visible transaction errors, lack of visible output, simplicity of entrance to data and computer program, difference in nature of output. Uses of CAT in performing various auditing procedures, analytical review procedures, compliance test to general EDP control, compliance test of general EDP application control, detection of fraud. Advantages of CAT: audit effectiveness, saving of time, effective test checking and examination depth, ability to scrutinize large volume of data, less manual procedures. Okay.